അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇംഗ്ലീഷിലാണ് ഖുത്ബ നിർവഹിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹം അവിടെ നിർവഹിക്കുന്ന ഖുത്ബയുടെ സാക്ഷികളൊന്ന് കണ്ടോളൂ നിങ്ങൾ. ഇത് കേൾക്കാം നമുക്ക്. അദ്ദേഹം ഇംഗ്ലീഷിൽ അവിടെ ഖുത്ബ നിർവഹിക്കുന്നത്. We do not know what it is that we do where it can bring about Allah Ta'ala's forgiveness, so never should we deem any act insignificant. Perhaps that is the thing that inshallah Ta'ala will bring about Allah Subhanahu wa Ta'ala's forgiveness. May Allah Ta'ala bless us. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه غفور رحيم. الحمد لله رب العالمين وصلى الله على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله. കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഖുത്ബ നിർവഹിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് അനുവദനീയമാണ്, അത് ഹറാമല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ്. ഇവരുടെ കണക്കിലോ അയാൾ പക്കാ മുബ്തദിയാണ്, പക്കാ ഹറാമ് ചെയ്യുന്നയാളാണ്. ഇതിലേറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഈ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിറ്റേന്നാണെന്ന് തോന്നുന്നു അവിടെ അലവി സഖാഫി ഒരു ക്ലാസ് എടുക്കുന്നു. അലവി സഖാഫി അവിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അലവി സഖാഫി പറയുന്നത് എന്താണെന്നറിയോ? മൂപ്പര് ബിദ്അത്തിന്റെ സാമ്പിളൊക്കെ പറഞ്ഞിട്ട് വളരെ കത്തിക്കയറി സംസാരിക്കുകയാണ്. എന്താ അയാൾ പറയണത് ഒന്ന് കേട്ടു നോക്കൂ. ഇങ്ങനെ പുതിയ കാര്യങ്ങളിൽ നിർബന്ധമായതുണ്ട്, സുന്നത്തായതുമുണ്ട്. അതുപോലെ ഹറാമായതുണ്ട്, കറാഹത്തായതും ഉണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ച ജുമുഅയുടെ നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ ഷർത്തായ ആ ഖുതുബ അത് മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ്. കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല. അത് പുതിയ കാര്യവുമാണ്. അതുകൊണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് അനാചാരമാണ്, അത് ഇസ്ലാമിൽ ശർഇൽ അത് ബിദ്അത്താണ് എന്നാണ് അതിന് പറയുക.